ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വ്ളോഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറയാം, ഒരു 1 ഡേ ട്രിപ്പ്. അത്യാവശ്യം ദൂരമുണ്ട്. നമ്മളെ കൂട്ടത്തിൽ അലീന ഉണ്ട്. അവളുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോരുകയാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീവൊക്കെ ഞങ്ങൾക്ക് ഇടയിലൊരു ലീവൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ പോയത് കേട്ടോ. അന്ന് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പോയി. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. പിന്നെ അർജുനുണ്ട് ഞങ്ങളുടെ കൂടെ. അവന് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്. അപ്പം നമ്മൾ 6 പേരും കൂടിയിട്ടാണ് പോണത്. പിന്നെ വേറെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവരെ ഇടയിൽ വെച്ച് ജോയിൻ ചെയ്യും. അപ്പോൾ ആ വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണാൻ പോണത്. ഹലോ ഗൈസ്, ഞങ്ങൾ ATM-ലാണ് ഗൈസ്. ശ്രീതു ക്യാഷ് എടുക്കുകയാണ് ഗൈസ്. അബി ക്യാഷ് എടുക്കാൻ റെഡിയാവുകയാണ് ഗൈസ്. നവ്യ ഹായ് പറയൂ. ഹായ്. അപ്പം ഞങ്ങൾ ക്യാഷ് എടുത്തിട്ട് യാത്ര തുടരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലീനയുടെ വീട് ട്രിവാൻഡ്രം കൊല്ലം ബോർഡറാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എക്സാംസ് ഇനിയിപ്പോൾ ഒരു 3 എണ്ണം കൂടിയേ ഉള്ളൂ. ഇവരുടെ കഴിഞ്ഞവർക്ക് 1 എണ്ണം കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അവസാനിക്കാനായി. അപ്പോൾ നമ്മൾ അവളുടെ വീട്ടിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോവാട്ടോ. നമുക്ക് ഇവിടുന്ന് 2-3 ബസ് കയറണം. ഒരു 2.5 hour ട്രാവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് കൊട്ടാരക്കര എന്ന് ഇവിടുന്നാടി കൊട്ടാരക്കര നിലമേൽ, പിന്നെ അവിടുന്ന് ഒരു കുഞ്ഞു ബസ്സും കൂടി കയറണം തോന്നുന്നു, അറിയില്ല. അപ്പോൾ നമ്മൾ ഇത്ര പേരുണ്ട്. ഇനി വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ അർജുനും മാളി. അർജുനെ, അപ്പോൾ ഇതാണ് അർജുൻ. അവനൊക്കെ വീഡിയോയിൽ വരാൻ കുറച്ചൊക്കെ നാണക്കേട്, അത് നാണക്കേട് പോലെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു നാണക്കേടൊക്കെയാണ് നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അവന് അപ്പം ജസ്റ്റ് അങ്ങനെ കാണിച്ചു എന്നുള്ളൂ. പിന്നൊന്നും അവനൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഇത് മാളി. അവർ 2 വേഗം ഫ്രണ്ടിലേ നടന്ന്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ 3 പേരും ഒരു സീറ്റിലിരുന്ന്. പിന്നെ അനുവിൻ്റെ മാളി. ഇതൊക്കെ എനിക്കിപ്പോൾ ശരിക്കും ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്ക് ശരിക്കും ഇതൊക്കെ എനിക്കൊന്നും പറയാനില്ല, വാക്കുകളില്ല പറയാൻ. ഇപ്പോൾ വീട്ടിലെത്തിയല്ലോ ഹോസ്റ്റലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അലീനയുടെ ഉപ്പ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവരുടെ ഹോം ടൗണിൽ പിന്നെ വീട്ടിൽ ആ ഒരു സ്ഥലത്തിലേക്ക് ആൾ പിക്ക് ചെയ്യാൻ വന്ന്. അപ്പോൾ നമ്മൾ പോയി, വീട്ടിലെത്തി, വെള്ളം കുടിച്ചു. അലീന ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുന്നു. അതാ നിൽക്കണു, അതാണ് അലീന. യെസ്, ആ വെള്ളം എടുത്ത് അഭിരാമിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതാണ് അലീന. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, വെള്ളമൊക്കെ കുടിച്ചു. അവളുടെ വീട്ടിൽ ഭയങ്കര തണവാണ്. ചൂട് എന്ന് പറഞ്ഞ സാധനമൊന്നും തീരില്ല. പിന്നെ ഞങ്ങളിരുന്ന് കുറേ ബോറടിച്ചപ്പോൾ, ബോറടി മീൻസ് എല്ലാവരും എത്തി, എന്തെങ്കിലുമൊക്കെ കളിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ കള്ളനും പോലീസൊക്കെ ഇരുന്ന് കളിച്ചു. ഔട്ട് ഓഫ് ദി ലൂപ്പും കള്ളനും പോലീസും ഒക്കെ ഇരുന്ന് കളിച്ചു കേട്ടോ കുറേ നേരം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. ഫ്രൈഡ് റൈസും ചിക്കൻ, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടി നല്ല തട്ടി. അതാണ് അഖിൽ. പിന്നെ രഞ്ജു. ഇവരാണ് പിന്നെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് അലീനയുടെ ഉമ്മ. നല്ലൊരു ഡേ ആയിരുന്നു. എനിക്കിതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ശരിക്കും വിഷമം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇപ്പോഴാണ് ഇരുന്ന് എഡിറ്റ് ചെയ്യണത്. ഭയങ്കര എന്താ പറയുക, ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇതൊന്നും കിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അവളെ വീണ്ടും ബാക്ക് സൈഡ് ഒരു റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇരുന്ന് മത്തായപ്പോൾ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഞാനും അനു, അബി, നവ്യയും അലിയും കൂടിയിട്ടോ ആദ്യം ഇറങ്ങിയത്. പിന്നെ അവരൊക്കെ വന്ന്. അലിയുടെ പഴയ വീടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, തറവാട് വീടൊക്കെ ഇതാ കാണുന്നു. ഗൈസ്, നമ്മൾ റബ്ബർ തോട്ടത്തിലേക്ക് എത്തി. അലീനയുടെ സ്വന്തം എസ്റ്റേറ്റ്. അതാരും പറഞ്ഞു? ഇതാണ് അലീന. ചക്ക ഇട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ചക്ക കണ്ടിട്ടില്ല. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. അഭിരാമി, ഇനി ഇതിനൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ കരിയിലപ്പാമ്പ്.
എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഈ മരം ഇത്രയുണ്ട്. ഇതാണ് യക്ഷിമരം. അങ്ങനെ പിന്നെ അർജുനും മാളിയും അഖിലൊക്കെ വന്നു കേട്ടോ. നമ്മൾ 5 പേരാണ് ആദ്യം അവിടെ ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവരും എത്തി. പിന്നെ നമ്മളൊക്കെ വന്ന് വെറുതെ കുറേ നേരം ഓരോ മരത്തിൻ്റെ ചോട്ടിലൊക്കെ പോയി നിന്ന് ഒരു കാര്യമില്ല അതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പോൾ റിയലി മിസ് ചെയ്ത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി നിരന്ന് നിന്ന് എല്ലാവരുടെയും ബാക്ക് സൈഡ് വെച്ച് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ച്. അങ്ങനെ കുറേ പേര് നല്ലപോലെ നിൽക്കും, കുറച്ച് പേര് നിൽക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന്. പിന്നെ അനു ആണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ അസിസ്റ്റ് ചെയ്ത് എടുത്ത് തന്നിട്ടോ ചില പാട്ടൊക്കെ. അനു താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ വലിയൊരു പാറ നമ്മൾ സ്പോട്ട് ചെയ്ത്. ഈ അഖിൽ എന്തൊക്കെ എന്താണ് തള്ളാണ്, ഫുള്ള് തള്ളാണ്. തള്ളിക്കൊണ്ടിരിക്കുന്ന അഖിലിനെ നിങ്ങൾക്ക് കാണാം. പിന്നെ എല്ലാവരും ആ പാറയിലൊക്കെ കയറിയിരുന്നത് എല്ലാവരും തള്ളലിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇതാ കെ എസ് ആർ ടി സി സ്റ്റേഷനിലെത്തി, ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഇത് ചടയമംഗലം ജഡായു പാർക്കൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ ജഡായു ആ സംഭവമൊക്കെ കണ്ട്. പിന്നെ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ബസ് കയറി നേരെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോന്നു. ബാക്കിയുള്ളവർ അവരുടെ വീട്ടിൽ പോയി. അങ്ങനെ പക്ഷെ ഒരു ഡേ നമ്മൾ സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്തു. ഓക്കെ ബൈ ടാറ്റാ.